സങ്കീർത്തനങ്ങൾ 119-27 വചനം. ദൈവമേ, അങ്ങയുടെ പ്രമാണങ്ങളുടെ വഴി എന്നെ ഗ്രഹിപ്പിക്കണമേ, എന്നാൽ ഞാൻ നിന്റെ അത്ഭുതങ്ങളെ ധ്യാനിക്കും. ഹെൽപ്പ് മീ അണ്ടർസ്റ്റാൻഡ് ഹൗ യുവർ റൂൾസ് ഡയറക്ട് മീ ടു ലീവ്. ഇംഗ്ലീഷിൽ അത് ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്: എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് തിരുവചനം എന്നെ നിയന്ത്രിക്കുവാനായിട്ട് അവിടുത്തെ വചനത്തിൻ്റെ യഥാർത്ഥ സത്യങ്ങൾ എന്നെ ഗ്രഹിപ്പിക്കണമേ. ഹെൽപ്പ് മീ അണ്ടർസ്റ്റാൻഡ് ഹൗ യുവർ റൂൾസ് ഡയറക്ട് മീ ടു ലീവ്. അങ്ങയുടെ വചനം എന്നെ എങ്ങനെ ഡയറക്റ്റ് ചെയ്യുന്നു എന്ന് ഞാൻ അറിയേണ്ടതിന് അവിടുത്തെ വചനത്തെ ഉള്ളതുപോലെ ഗ്രഹിക്കാൻ എന്നെ സഹായിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ദൈവവചനം നാം ധ്യാനിക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കണം. പല കുട്ടികളും വചനം വായിക്കുന്നതിൽ വളരെ വിമുഖത കാണിക്കുന്നു. കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരും. ഇന്നലെ ഞാൻ ഒരാളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, വായിച്ചിട്ടൊന്നും മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, പിന്നെയും വായിക്കേ. നോക്കൂ, ഇവിടെ ഒരു പ്രാർത്ഥന: ഹെൽപ്പ് മീ അണ്ടർസ്റ്റാൻഡ് ഹൗ യുവർ റൂൾസ് ഡയറക്ട് മീ ടു ലീവ്. ദൈവമേ, അങ്ങയുടെ വചനം എന്നെ എങ്ങനെ ഡയറക്റ്റ് ചെയ്യുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കി തരണമേ. അപ്പം ദൈവവചനത്തിൻ്റെ നിർദ്ദേശങ്ങളെ തിരിച്ചറിയാനുള്ള ദൈവീക പരിജ്ഞാനം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഞാൻ അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ ധ്യാനിക്കും. Then I may think deeply about the wonderful things you have done. അങ്ങനെ ഞാൻ നിന്റെ അത്ഭുത പ്രവൃത്തികളെ ആഴത്തിൽ ധ്യാനിക്കും. അപ്പോ then I may think deeply about the wonderful things you have done. ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികളെ ആഴത്തിൽ ധ്യാനിക്കണമെങ്കിൽ മനസ്സിലായാലല്ലേ പറ്റുള്ളൂ. അണ്ടർസ്റ്റാൻഡിങ് ഒരു വലിയ വിഷയമാണ്. അണ്ടർസ്റ്റാൻഡിങ് ലീഡ്സ് ടു മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ ലീഡ്സ് ടു അണ്ടർസ്റ്റാൻഡിങ്. ഇവിടെ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന ആ സംഭവം ഞാനും പലപ്പോഴും വിഷമിക്കുന്നൊരു വിഷയം. ഒരു ദിവ്യ പ്രകാശം കിട്ടിയാലേ ഇത് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ലോകത്തിൽ അനേക ബുക്കുകളുണ്ട്, കുറെയൊക്കെ ഞാനും വായിച്ചിട്ടുണ്ട്. പക്ഷെ ദൈവവചനത്തിൻ്റെ അത്ഭുതങ്ങളെ കാണാൻ ഒരു ലൈറ്റ് ദൈവം തരണം. അതിനാണ് പ്രയർ. അപ്പൊ പ്രയർ വിത്ത് റീഡിങ്. വേദപുസ്തക ധ്യാനത്തിന് പ്രാർത്ഥനയോടുകൂടിയേ സാധിക്കത്തുള്ളൂ. അതിനായിട്ട് ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കുവാൻ പവർ വിഷൻ ടിവിയുടെ സാമൂഹിക മാധ്യമങ്ങൾ സന്ദർശിക്കുക.